എന്നുള്ളൊരു സത്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം ഉദ്ദേശം വെച്ചിട്ടാണോ ഈ മഹത്തായ ദീനി സദസ്സിലേക്ക് നമ്മൾ കടന്നു വന്നത്, നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. രോഗങ്ങൾക്കൊക്കെ അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടി സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തിരിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ചൊല്ലിയ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്തുമായി നമ്മുടെ നൂറെ ഹബീബിന്റെ ആത്മീയ നായകൻ ബഹുമാനപ്പെട്ട തങ്ങളുപ്പ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി പരിശുദ്ധമാക്കപ്പെട്ട ഉംറക്ക് വേണ്ടി പോവുകയാണ്. നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനും അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉംറക്ക് അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ മഖബൂലും മബ്റൂറുമായി നിർവഹിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിൽക്കുന്നവരാരും വിഷമം കരുതണ്ട. നമുക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തകർ ഒരുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചെലവഴിക്കുന്ന ഓരോ സമയവും നാളെ ഹബീബായ തങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സുവലോക സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു പാസ്പോർട്ടാക്കി, ഒരു മെമ്പർഷിപ്പ് ആക്കി അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് വിഷമങ്ങളുമായി ബഹുമാനപ്പെട്ട തങ്ങളുപ്പയുടെ ഈ സദസ്സിലേക്ക് വന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശാരീരികമായി മാനസികമായി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്ത് റാഹത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടവരാണ്. ഒരുപാട് നമ്മൾ കേട്ടറിഞ്ഞവരാണ്. ഒരു സ്വലാത്ത് ദിവസം ഒരാള് ഒരു സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞാൽ 10,000 സ്വലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലം കിട്ടാൻ അത് കാരണമാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഈ സദസ്സിനെ സ്വീകരിക്കണേ തമ്പുരാനെ, അല്ലാഹു ഈ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ അല്ലാഹുവേ, കേരളത്തിനകത്തും പുറത്തും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് വന്നവരുണ്ട്. ശാരീരികമായി മാനസികമായി അനുഭവിക്കുന്ന എല്ലാ പ്രയാസവും തീർത്ത് റാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് സ്വലാത്തുമായിട്ട് ഹബീബിന്റെ ചാരത്തേക്ക് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ബഹുമാനപ്പെട്ട സയ്യിദുകൾ പുറപ്പെടുകയാണ്. ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഒരു പ്രയാസവും ഇല്ലാതെ